എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഷിയുവിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ കമ്പനി കാര്യത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾ എല്ലാ സമയവും അതിനെപ്പറ്റി തന്നെ കുറേ റിസർച്ച് നടത്തിയും അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസിനെ കണ്ടുപിടിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൾ അതുകൊണ്ട് തന്നെ നല്ല ബിസിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ വലിയൊരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവൾ കളക്ട് ചെയ്ത ഡേറ്റാസ് എല്ലാം ആയിട്ട് ആ ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ ആ ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അവൾ സാധാ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ പേസങ്ങായിരുന്നാലും ഷിയുവിനെ കണ്ടിട്ട് ചോദിക്കും, നിന്റെ കയ്യിൽ എന്താ ഈ പറഞ്ഞ ഡ്രസ് കോഡൊന്നും ഇല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ ഇവളെ ചെറുതായിട്ടൊന്ന് കളിയാക്കും. ഇവിടെയായിട്ട് നമ്മളുടെ യുവിനെ കാണിക്കും. അവനാണെങ്കിൽ എക്സ്ട്രീംലി ഹാൻസം ആയിട്ട് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിനെ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ യുവിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അതായത് അവൻ്റെ കമ്പനിയിലെ തന്നെ അവൻ്റെ പാർട്ട്ണർ, ആ ലേഡി ആണെങ്കിൽ വന്നിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് പറയും, നീ ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, ഞാനിപ്പോൾ നിനക്കൊരു ഡ്രസ്സ് തരാം, അത് പോയി നീ ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന്. ഈ ഡ്രസ്സ് നമ്മളുടെ ഷിയു തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഡ്രസ്സ് വേറെ ഒന്നുമല്ല, നമ്മളുടെ യു ആണെങ്കിൽ ഒരു ദിവസം കടയുടെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എല്ലാവരും ഇവളെ തന്നെ നല്ലതുപോലെ നോക്കി നിൽക്കും, കാര്യം അവൾ അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും ഇവളെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാവും. യുവിനെ ചുറ്റിപ്പറ്റി കുറേ പെണ്ണുങ്ങൾ നിന്ന് ഭയങ്കരമായിട്ട് കൊഞ്ചുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയുവിനെ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അവൾ വേഗം തന്നെ അവിടെ വന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവൾ വന്ന് സംസാരിക്കുന്നത് അവൻ്റെ ഒരു കൊളീഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. അവൾ അവിടെയായിട്ട് യുവിൻ്റെ അടുത്ത് പറയും, നിങ്ങളൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പുതിയ സപ്ലൈസിനെ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യാനും റെഡിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള സ്പീച്ച് നല്ല കിടിലമായിട്ട് കൊടുത്തോ എന്ന്. എന്നാൽ ഇവിടെയായിട്ട് കുറേ ഇഷ്യൂസൊക്കെ അതിൻ്റെ പുറകിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യുവിനാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഷിയു ആയിരുന്നാലും അവൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ആ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് എല്ലാം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവനെയാണെങ്കിൽ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് സ്റ്റേജിലായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ യുവിന് വേറൊരു മാർഗ്ഗം ഇല്ലാണ്ട് അവൻ വേഗം തന്നെ സ്റ്റേജിലായിട്ട് കയറും. അവനവിടെ നല്ലൊരു സ്പീച്ച് തന്നെ കൊടുക്കുന്നത്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ പെട്ടെന്ന് തന്നെ വേറൊരു കാര്യം അനൗൺസ് ചെയ്യും. അതായത് അവൻ്റെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലെ ഷൂലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേസങ്ങിൻ്റെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി തൊട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സപ്ലയേഴ്സിനെല്ലാം കണ്ടുപിടിച്ചതെല്ലാം വെറുതെ ആയില്ലേ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഷൂലിംഗ് കമ്പനി, അതായത് പേസങ്ങിൻ്റെ കമ്പനിയാണെങ്കിൽ എല്ലാ സപ്ലയേഴ്സിനെയും അവരുടെ കൈവശത്താക്കി വെച്ചതേ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഡൈനാമിക്സ് കമ്പനിയാണെങ്കിൽ സപ്ലയേഴ്സിനെ ഒന്നും കിട്ടാണ്ട് അവസാനം ഷൂലിങ്ങിൻ്റെ മുമ്പിൽ തന്നെ വന്ന് തല കുനിച്ച് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുപോലെ ഹേർട്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യത്തിനെ പറ്റി അവൾ ഇപ്പോഴാണ് അറിയുന്നത്. പോരാത്തതിന് അവൻ്റെ കൂടെ റൂംമേറ്റായിട്ട് അവൾ നിന്നിട്ട് അവൻ ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതിനർത്ഥം അവനെ സംബന്ധിച്ച് അവൾ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെയല്ലേ. അങ്ങനെ അവൾ ഭയങ്കര അപ്സെറ്റായിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പേസങ്ങ് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എൻ്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാൻ വരുന്നോ, ഞാനൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു അവിടെ ഓക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ യുവിനാണെങ്കിൽ അതങ്ങോട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ഷിയുവിൻ്റെ കൂടെ ആ പേസങ്ങ് ഡാൻസ് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവന് നല്ലതുപോലെ ജലസടിച്ചിട്ടുണ്ടായിരുന്നു. എന്നും പറഞ്ഞിട്ട് അവന് നേരെ ചെന്നിട്ട് അവരുടെ ഈ ഡാൻസ് തടയാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറിയിട്ട് അവിടെ ഉള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്യും, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ നമ്മുടെ പേസങ്ങിനെ ആ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് പറയും, പേസങ്ങിൻ്റെ അടുത്ത് എനിക്ക് നല്ലൊരു നന്ദി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയും. ഇവിടെയായിട്ട് നമ്മുടെ ഷിയുവിനായിരുന്നാലും എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അവളുടെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തത് വേറെ ആരുമല്ല നമ്മളുടെ യു തന്നെയാണ് എന്ന്. അങ്ങനെ അവൾ ബാൽക്കണിയുടെ അടുത്തായിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നേ
പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യു വരും. അവൻ വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കോട്ടെടുത്ത് ഇവളുടെ ആ ഒരു ദേഹം അങ്ങ് നല്ലതുപോലെ കവർ ചെയ്യും. അവൻ ചോദിക്കും, നല്ലതുപോലെ തണുക്കുന്നുണ്ടോ? എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എൻ്റെ അടുത്ത് നല്ല ദേഷ്യമായിരിക്കുമെന്ന്. ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പറയാതല്ലേ ഈ ഒരു തീരുമാനം എടുത്തത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു പറയും, അതെ എനിക്ക് നല്ല ദേഷ്യം തോന്നി, പക്ഷേ എനിക്ക് നല്ലതുപോലെ അറിയാം നിൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടായിരിക്കും നീ ഉറപ്പായിട്ടും ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് എന്ന്. അല്ലെങ്കിൽ നീ ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിൻ്റെ പിന്നിൽ നിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സ്ട്രാറ്റജിയും കാണും. നീ എന്തോ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല. പോരാത്തതിന് നീ എനിക്ക് ഈ ഒരു ഡ്രസ്സിങ് ഗിഫ്റ്റായിട്ട് തന്നില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാനൊക്കെ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ചൈനീസിലെ ന്യൂ ഇയർ ആവുന്നതാണ്. ഈ ചൈനീസിലെ ന്യൂ ഇയറിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ചേർന്നിട്ട് ഒരുമിച്ചാണ് ആ ഒരു ഈവൻറ്റ് നല്ലതുപോലെ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ യുവിൻ്റെ അമ്മയായിരുന്നാലും അവനെ ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യുവിനാണെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഒരിക്കലും അവൻ്റേത് മാത്രമല്ല, അവൻ്റെ അമ്മയുടെ ഫാമിലിയാണ്. അവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ ഒരു അധികപ്പറ്റായിരിക്കുമെന്ന് അവന് തന്നെ സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അവൻ്റെ അമ്മയടുത്ത് പറയും, ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും ആഗ്രഹിക്കും നമ്മുടെ ഷിയുവിൻ്റെ കൂടെ അവൻ്റെ ആ ഒരു ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യണം എന്ന്. അങ്ങനെ അവൻ നേരെ വരുന്നത് നമ്മുടെ ഷിയുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെയായിട്ടാണ്. അതായത് നമ്മളുടെ യു അവിടെ തന്നെ നിൽക്കുന്നത് ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രം അവൻ ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ അവൻ താഴെ ബാൽക്കണിയുടെ അവിടെയായിട്ട് വന്ന് നിൽക്കും. ഇവിടെയായിട്ട് കറക്റ്റ് നമ്മളുടെ ഷിയുവും അവളുടെ അച്ഛനും ഇവനെ കാണും. രണ്ടുപേരോട് ചേർന്നിട്ട് നമ്മളുടെ യുവിനെ അവൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. നമ്മുടെ യു ആയിരുന്നാലും വരാൻ ഒട്ടും താല്പര്യം കാണിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഷിയുവിൻ്റെ അച്ഛനായിരുന്നാലും നിർബന്ധിച്ചിട്ട് അവനെ ആ വീട്ടിലായിട്ട് കൊണ്ടുവരും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മളുടെ യുവിന് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അവൻ അവൻ്റെ വീട് നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ അവൻ്റെ അച്ഛനെയും മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവൻ്റെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും നമ്മളുടെ യുവും അതേപോലെ ഷിയുവും കൂടി അവരുടെ ടെറസിൻ്റെ മുകളിലായിട്ടിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും യുവിന് വേണ്ടിയിട്ട് പ്രത്യേകം ടീയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ യുവിൻ്റെ മൂഡ് അത്ര നേരെയല്ല എന്ന് കണ്ടിട്ട് നമ്മുടെ ഷിയു ആണെങ്കിൽ അവളുടെ ധൈര്യം എല്ലാം സംഭരിച്ചിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ തലയൊക്കെ പിടിച്ച് അതൊക്കെ തടവി കൊടുത്തിട്ട് പറയും, നിനക്ക് എന്ത് പറ്റി? നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അവൾ തലയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സംസാരിച്ച് നമ്മളുടെ ഷിയു ആണെങ്കിൽ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കും. അതായത് അവക്കവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഷിയു ആണെങ്കിൽ അവനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ രണ്ടുപേരും തമ്മിൽ കിസ് ചെയ്യുമെന്ന്. എന്നാൽ പെട്ടെന്ന് നമ്മളുടെ യുവിൻ്റെ മൈൻഡിൽ എന്ത് തോന്നിയിട്ടാണെന്നറിയത്തില്ല, അവൻ വേഗം തന്നെ അവൻ്റെ മുഖം അങ്ങ് മാറ്റും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവനവിടെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷനും എടുക്കും. അവൻ ആ വീട്ടിൽ നിന്ന് തന്നെ റെൻറ്റിങ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് മൂവ് ഓൺ ആവാൻ പോകുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ നല്ലതുപോലെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ എന്തുമാത്രം ധൈര്യം എടുത്തിട്ടായിരിക്കും അവൻ്റെ മുമ്പിൽ അവളുടെ ആ ഒരു ഫീലിങ്സ് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. എന്നാൽ നമ്മളുടെ യു ആണെങ്കിൽ നിമിഷ നേരം കൊണ്ടല്ലേ അത് തട്ടിത്തെറിപ്പിച്ചത്. അവൻ്റെ കയ്യിലും അവൻ്റേതായിട്ടുള്ള കുറച്ച് റീസൺസ് ഒക്കെ കാണും. എന്നാലും അവൻ അതിനെപ്പറ്റിയൊന്നും നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് അവിടെ വ്യക്തമായിട്ട് പറയത്തില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഗോങ് ഇല്ലേ, അവനാണെങ്കിൽ നമ്മളുടെ ഷിയുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് അവൻ പറയുന്നത് തന്നെ, ഞാൻ വന്നിരിക്കുന്നത് യുവിൻ്റെ സാധനങ്ങളെല്ലാം അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പശ്ചാത്താപമുണ്ട്. അവൾ പറയും, എന്തൊക്കെയായിരുന്നാലും ഞാൻ എന്താണെന്ന് വെച്ചത് ഹാൻഡിൽ ചെയ്തോളാം, നീ ഇവിടെ വന്ന് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, ഞാനത് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പുറത്താക്കി കഥ കടക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് അവൻ്റെ ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എത്തുന്നതാണ്. അതിനകത്ത് ആദ്യം തന്നെ തുറന്നു നോക്കുന്നേ അവൻ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയുവിന് അവൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സില്ലേ, അത് തന്നെയായിരുന്നു. ഇത് കാണുന്ന യുവിന് മനസ്സിലാവും ഷിയുവിന് നല്ലതുപോലെ ഹേർട്ടായിട്ടുണ്ട്, അവൾ ആ വിഷമത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന്.
പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രണ്ടുപേരും കൂടി ഓഫീസിലായിട്ട് കണ്ടുമുട്ടുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ യുവിൻ്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും എഗ്രിമെൻ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ അല്ലേ അവിടെ നിന്ന് മാറിയത്. അപ്പോൾ എന്തായിരുന്നാലും നീ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്ന ആ ഫുൾ എമൗണ്ടിൻ്റെ പകുതി ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യു അവിടെ പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ ഷിയു പറയും, എനിക്ക് നിൻ്റെ സഹതാപത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനത് എന്തായിരുന്നാലും ട്രാൻസ്ഫർ ചെയ്തിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഡൈനാമിക്സ് കമ്പനിയിലായിട്ടൊരു മീറ്റിംഗ് നടക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ പേസങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. ഇവിടെയായിട്ട് നമ്മുടെ പേസങ് ആയിരുന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ഷിയുവിന് വേണ്ടി മാത്രം അവ സ്പെഷ്യലായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മളുടെ ഷിയുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഇത് കാണുന്നത് നമ്മുടെ യുവിനാണെങ്കിൽ നല്ല ജലസ് അടിക്കും. അതേപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസ് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും, ഞങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ ഗിഫ്റ്റാണ് കിട്ടിയത്, എന്നാൽ നമ്മളുടെ ഷിയുവിന് വേണ്ടി മാത്രം ആ പേസങ്ങ് പ്രത്യേകം ചോക്ലേറ്റ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ ഇവളുടെ അടുത്ത് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇനി വല്ലതും ഉണ്ടോ? നിനക്കിനി അവൻ്റെ അടുത്ത് വല്ല ഫീലിങ്സും അവൻ ഇനി നിൻ്റെ അടുത്ത് വല്ല ഫീലിങ്സും. ഇവിടെയായിട്ട് നമ്മുടെ ഷിയു പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെയായിരുന്നാലും എനിക്ക് തന്ന ഈ ഒരു ടോക്കൺ ഓഫ് ലവ് ഞാൻ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങളെല്ലാവരും ഈ ചോക്ലേറ്റ് കഴിക്കും എന്നും പറഞ്ഞിട്ട് അവൾ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. യഥാർത്ഥത്തിൽ അവളുടെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവളും അവളുടെ ഹസ്ബൻഡും ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അവർ ലവ് മാരേജ് ചെയ്തതാണ്, അവരുടെ ലൈഫ് എല്ലാം ഹാപ്പി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്, അവളുടെ ഹസ്ബൻഡ് അവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ അവൾ ആ ഒരു സംഭവം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ജൂനിയർ പെങ്കൊച്ചുമായിട്ട് അവൻ നല്ല കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട് എന്നാണ്. അവൻ എല്ലാ കാര്യങ്ങളും ആ പെണ്ണിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് ഒരു ദിവസം അവൻ്റെ ഓഫീസിലായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നേ അവൻ റിസൈൻ ചെയ്തിട്ട് 5-6 ദിവസമായി എന്ന്. ഇതിനെപ്പറ്റി നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് യാതൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെപ്പറ്റി അവളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ആ ജൂനിയർ പെണ്ണിൻ്റെ അടുത്ത് അവൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അവൾ അങ്ങനെ ഇവനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങും. അവിടെ വെച്ചിട്ട് അവൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നതാ. അവിടെയായിട്ട് ഈ ജൂനിയർ പെണ്ണായിരുന്നാലും നമ്മളുടെ ഈ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് കിസ് ചെയ്യുന്നത് കാണും. ഇത് കാണുന്നേം അവൾ നല്ലതുപോലെ തകർന്നു പോകും. ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊരു വൺ സൈഡ് കിസ്സാണ് എന്നാലും നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അത് സഹിക്കാൻ പറ്റത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിഞ്ഞങ്ങ് നടക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ കമ്പനിയുടെ ഒരു കാര്യമായിട്ട് സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ പേസങ്ങും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവളെ ചൂസ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പേസങ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ പോകാനായിട്ട് നിൽക്കുന്നേ പേസങ് അവിടെ വന്നിട്ട് പറയും, വാ ഞാനും അങ്ങോട്ടേക്കാണ്, ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവൻ്റെ അടുത്ത് തുറന്നു പറയും, നിങ്ങൾക്കറിയാവോ അവിടെ ഓഫീസിലുള്ള കൊളീഗ്സ് എല്ലാവരും പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് ചോക്ലേറ്റ് തരുന്നു, ഇതിന് വേണ്ടിയിട്ട് എന്നെ ചൂസ് ചെയ്യുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ പേസങ്ങ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നേ അവൻ്റെ വായിൽ നിന്ന് അത് തെറിച്ചങ്ങ് പോകും. അവൻ ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നത്? ഇവിടെയായിട്ട് നമ്മുടെ ഷിയു പറയും, എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയൊന്നുമില്ല എന്ന്. ഞാനും യുവും ക്ലോസ് ആണെന്ന് കണ്ടതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാനും യുവും തമ്മിൽ കൊളീഗ്സിനപ്പുറത്തോട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് എൻ്റെ പുറകെ നടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് നമ്മുടെ ഷിയു പറയും. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പണികളൊക്കെ നടക്കുന്നതാണ്. നമ്മളുടെ ഷിയു ആയിരുന്നാലും പേസിങ്ങിൻ്റെ ആ ഒരു ആത്മാർത്ഥത കണ്ടിട്ട് അവൾ നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5-6 ദിവസം കടന്നു പോകും. ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് 5-6 ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതും അവിടെയായിട്ട് ക്യാബൊന്നും കിട്ടത്തില്ല. നമ്മളുടെ പേസങ് ആയിരുന്നാലും പറയും, എന്തായിരുന്നാലും ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാമെന്ന്. ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ശത്രുത വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതേസമയം കാണിക്കുന്ന നമ്മളുടെ യുവിനെയാണ്. അവനാണെങ്കിൽ ഷിയുവിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ അവിടെ ഉള്ളൊരു കൊളീഗിൻ്റെ അടുത്ത് ചോദിക്കും,
അതായത് നമ്മളുടെ ഷിയു എപ്പോഴാണ് അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്, അവളുടെ കൂടെ ആര് കാണുമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യു അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അതായത് അവൾ പേസിങ്ങിൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്, അവൻ എപ്പോഴും അവളുടെ കൂടെ കാണും, അവൾക്ക് അവൻ ലിഫ്റ്റ് കൊടുക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുവിന് നല്ല ജലസ് അടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെ യു ആണെങ്കിൽ ഷിയു അവരുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ വന്നപ്പോൾ അവൻ അത് വേണ്ടാന്നും പറഞ്ഞിട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയുവിനായിരുന്നാലും നല്ല ഓക്വേർഡ് ഫീലിംഗ് ഉണ്ട്. അവൾ എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാണ്ടാണ് അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ യുവിന് അവൾ അത്ര മൈൻഡൊന്നും കൊടുക്കത്തില്ല. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.